കത്തിയെരിയുകയാണ് ഇറാൻ. ടെഹ്റാൻ ഓരോ നിമിഷവും ടെഹ്റാനിൽ സ്ഫോടനമാണ്. ഇപ്പോൾ ടെഹ്റാനിൽ ഇപ്പോൾ ഭരണ നേതൃത്വമില്ല. ഖമനേയിയെ കാണാനില്ല. ഖമനേയി ഒളിവിൽ പോയിരുന്ന ലാബിസാൻ ബങ്കർ തകർക്കപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി അവരുടെ പ്രസിഡന്റ് പെഷസ്ക്യാനെ കുറിച്ച് കേൾക്കാനില്ല. ഒരു വിവരമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും വരുന്നില്ല. അതെ, പെഷസ്ക്യാൻ ഒമാനിലേക്ക് പലായനം ചെയ്തിരിക്കാം എന്ന് പ്രമുഖ യുദ്ധകാര്യ ലേഖകൻ ജോസഫ് ട്രെവിതെക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ചില വിമാനങ്ങൾ ഇറാനിൽ നിന്ന് ഒമാനിലെത്തി. മസ്കറ്റിൽ, ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റ് 3 വിമാനം. അതിൽ പ്രസിഡന്റിൻ്റെ A340 ആ വിമാനം ഉണ്ട്. പിന്നെ വേറൊരു വിമാനം A321. അപ്പോൾ പ്രസിഡന്റിൻ്റെ വിമാനം തന്നെ ഈ എത്തിയത് കൊണ്ട് പെസഷ്ക്യാൻ പലായനം ചെയ്തിരിക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത്. ഈ വിമാനങ്ങളുടെ കോൾ സൈൻ JJ-25, JJ-26, JJ-28 എന്ന ഈ ഫ്ലൈറ്റ് ഡാറ്റകളിലൊക്കെ കാണാറ്. അതെ, ആദ്യം പോയത് ഫ്ലൈറ്റിന്റെ കാണുന്നത് JJ-25 A343 നമ്പറിൽ IGA രജിസ്ട്രേഷനുള്ള വിമാനമാണ്. 343 ആണ്. 343 എയർബസ് 340, 313 വിമാനമായിരുന്നു. അതെ, അപ്പോൾ A340 ആണ് പെസഷ്ക്യാൻ്റെ അവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ A340 ഈ പ്രസിഡന്റിൻ്റെ ഫ്ലൈറ്റ്, അതിൻ്റെ രജിസ്ട്രേഷൻ കോഡ് EPIGA എന്നാണ്. ഇതൊക്കെ ഫ്ലൈറ്റ് റഡാറിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം അമേരിക്കയിലേക്ക് പോയപ്പോഴും പിന്നെ ഐക്യരാഷ്ട്രസഭയിലെ സമ്മേളനത്തിന് പോയപ്പോഴും ഈ വിമാനത്തിലാണ് പെസഷ്ക്യാൻ പോയത്. പിന്നെയുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇറാൻ പ്രതിനിധി സംഘം ഒമാനിലെ ചർച്ചയ്ക്ക് പോയതാണെന്ന് വിചാരിക്കാമെന്ന്. അല്ല, അവരിപ്പോ കുവൈറ്റ്, ഒമാൻ തുടങ്ങി സൗദി തുടങ്ങിയ രാജ്യങ്ങളോട് ഇവര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ട്രംപിനോട് പറയണേ, ഒന്ന് സഹായിക്കണേ, കൊല്ലരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിനിപ്പോ ഒരു പ്രതിനിധി സംഘവും 3-4 ആളുകളൊക്കെ പോയാൽ മതി. പെസഷ്ക്യാൻ്റെ ഫ്ലൈറ്റ് 4ാമത്തെ ഒരു ഫ്ലൈറ്റ് പോയിട്ടുണ്ട് അങ്ങോട്ട്. അതിനെപ്പറ്റി ഡാറ്റയിൽ ഒരു വിവരവും ഇല്ല. 3 വിമാനം പോയ ശേഷം ഒരു വിമാനം കൂടി 4ാമതൊന്നും കൂടി പോയിട്ടുണ്ട്. അത് ഡാറ്റയിൽ ഒരു വിവരവും ഇല്ല. അമേരിക്കയുടെയും ഇറാൻ്റെയും ചർച്ചയ്ക്ക് ഒമാനാണ് മധ്യസ്ഥതയൊക്കെ വഹിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ. പിന്നെ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ KC-135 എന്ന് പറഞ്ഞ ഈ ഏരിയൽ ഫ്യൂവൽ ടാങ്കേഴ്സ് അത് കിഴക്ക് ഇസ്രയേലിലേക്കും പിന്നെ ജോർദാൻ ഇറാഖ് അതിർത്തിയിലേക്കും പറഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്കയുടെ കുറേ ഫ്യൂവൽ ടാങ്കറുകൾ യൂറോപ്പിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇസ്രയേലിലേക്ക് ഒരെണ്ണം പോയിട്ട് പിന്നെ ജോർദാൻ ഇറാഖ് അതിർത്തിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യുദ്ധത്തിൻ്റെ സന്നാഹം തന്നെയാണെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നയതന്ത്ര ദൗത്യമല്ല ഇത് എങ്കിൽ പലായനം തന്നെയാണ്. അങ്ങനെയാണ് റിപ്പോർട്ടിൽ ഈ ലേഖകൻ ഉറപ്പിക്കുന്നത്. ടെഹ്റാൻ പക്ഷെ നയതന്ത്ര നീക്കമൊന്നും നടക്കുന്നതായ റിപ്പോർട്ടുകളില്ല. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ച അലസി പിരിഞ്ഞു. പിന്നെ പുടിൻ പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞു. ഈ മധ്യസ്ഥത വഹിക്കാം എന്ന് ഇപ്പൊ റഷ്യ പറയുന്നത് തന്നെ മധ്യസ്ഥതയ്ക്ക് ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് പറയില്ലായിരുന്നു. കാരണം റഷ്യയും പെട്ടുകിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ടെഹ്റാൻ, പശ്ചിമ ഇറാൻ ഈ സ്ഥലങ്ങളിൽ ആക്രമണം നടക്കുന്നത് കൊണ്ടാണ്, തുരുതുരെ ആക്രമണം നടക്കുന്നതുകൊണ്ടാണ് ഈ പലായനം. പിന്നെ വേണമെങ്കിൽ ഒരു സാധ്യത പറയാവുന്നത് വിമാനങ്ങളെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഒമാനെ കൊണ്ടുപോയി എന്ന് അവർക്ക് പറയാം. ഭാവിയിൽ ഈ മുതിർന്ന നേതൃത്വം വരണമല്ലോ. ഇസ്രായേലൊക്കെ ആക്രമിച്ച് പോയി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെയും ഭരണം മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ? അതെ അതെ. അപ്പൊ മുതിർന്ന നേതൃത്വം അവിടെ വേണമല്ലോ. അപ്പൊ അന്ന് തിരിച്ചു വിമാനത്തിൽ തന്നെ വരണ്ടേ? അതിനുവേണ്ടി വിമാനമായിട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വിമാനങ്ങൾ സുരക്ഷിതമാക്കാനായിട്ട് കൂടെ വിമാനം തന്നെ പോകണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മളിവിടെ കയറിയതാണ്. 1991 ഗൾഫ് യുദ്ധത്തില് സദ്ദാം ഹുസൈൻ അയാളുടെ വിമാനങ്ങൾ ശത്രുരാജ്യമായി ഇറാനിൽ സൂക്ഷിച്ചിരുന്നു. അവരത്
ചെയ്തു കൊടുക്കുകയും ചെയ്തു, ഞങ്ങൾ സൂക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ട്. സദ്ദാം തട്ടിപ്പോയാൽ നമുക്കിത് എടുക്കാന്ന് ആണോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇറാൻ എയർലൈനുകൾ മഹാൻ, പിന്നെ ഫാഴ്സ് ഫാഴ്സ് ക്വശം, ആ 2 ലൈനുകൾക്കും IRGC പട്ടാളമായിട്ട് ബന്ധപ്പെട്ട എയർലൈനുകളാണ് അത്. അവയുടെ വിമാനങ്ങൾ കഴിഞ്ഞ വീക്കെൻഡിൽ ഇറാനിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇറാൻ്റെ വിമാനങ്ങളുടെ. അമേരിക്ക 40 വിമാനങ്ങൾ ഈ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് അൽ ഉദൈദ് ഖത്തറിലെ വ്യോമത്താവളത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അത് ആക്രമണം, മറ്റേ ഇറാൻ്റെ ആക്രമണമൊക്കെ പേടിച്ചിട്ടായിരിക്കും എന്ന് പറയുന്നു. അത് ജൂൺ 5 മുതൽ 19 വരെയുള്ള തീയതികളിലാണ് ഈ 40 വിമാനങ്ങൾ മാറ്റിയത്. അത് പിന്നെ വലിയ അസറ്റ്സ് ആണല്ലോ, വലിയ പൈസ ചെലവുകളാണ്. വരാവുന്ന തരത്തിൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പ്ലാനറ്റ് ലാബ്സിൽ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇത് മാറ്റിയത് കാണുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ താവളമാണ് ഈ അൽ ഉദൈദ് ഖത്തറിലെ. പിന്നെ സെൻകോമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണല്ലോ അത്. ജൂൺ 5-ന് 40 എണ്ണം ഉണ്ടായിരുന്നു. C-130 ഹെർക്കുലിസ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അഡ്വാൻസ്ഡ് റെക്കണൈസൻസ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു, ജെറ്റുകൾ ഉണ്ടായിരുന്നു. ജൂൺ 19-ന് നോക്കുമ്പോൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ 3 എണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. അപ്പോൾ ഖത്തർ എംബസി അവരുടെ ഈ അൽ ഉദൈദ് താവളത്തിലേക്ക് ഇപ്പോൾ പ്രവേശനം വളരെ റെസ്ട്രിക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെയാണല്ലോ ഈ സമയത്ത്. പിന്നെ ഫ്ലൈറ്റ് ഡാറ്റയിൽ കാണുന്നത് ജൂൺ 15 മുതൽ 18 വരെ 27 അമേരിക്കൻ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, KC-46A പെഗാസസ്, KC-135 സ്ട്രാറ്റോ ടാങ്കർ, ഇതൊക്കെ യൂറോപ്പിലേക്ക് പോയി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. 32 റീഫ്യൂവലിംഗ് ടാങ്കറുകൾ യൂറോപ്പിലെ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുണ്ട് സന്നാഹത്തിൻ്റെ ഭാഗമായിട്ട് എന്ന്. ബുധനാഴ്ച വരെ 25 എണ്ണം യൂറോപ്പിലെത്തിയിട്ടുണ്ട്. 2 എണ്ണം അതിൽ നിന്ന് US മടങ്ങി. അപ്പോൾ യുദ്ധത്തിന് വേണ്ടി വന്നിരിക്കുന്ന വിമാനങ്ങളാണിത്. അമേരിക്കൻ സേന വലിയ അലർട്ടിലാണ്, ഏത് സമയത്തും മുന്നോട്ട് നീങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുടുംബങ്ങൾക്ക്, ഈ ഭടന്മാരുടെ ഭാര്യ കുട്ടികൾ, അവർക്ക് തന്നെത്താനെ പോകണം, ഈ സ്ഥലം വിടണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് പോകാം. ഈ സംഘർഷകലുഷിതമായ മേഖലകളിൽ നിന്ന് അവർക്ക് പോകാം, ഈ സ്വയം ഇവാക്യുവേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 40,000 അമേരിക്കൻ ഭടന്മാരുണ്ട്. നേരത്തെ 30,000 ആയിരുന്നു, അത് കൂടി ഒക്ടോബറിൽ 43,000 ആയിരുന്നു. അപ്പോൾ ട്രംപ് 2 ആഴ്ചത്തെ സമയം എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാമോ എന്നാണ് സംശയം. കാരണം അതായത് നേരത്തെ കാലേ കൂട്ടി ഡേറ്റ് പറഞ്ഞിട്ടല്ലല്ലോ അടി കൊടുക്കുന്ന. 2 ആഴ്ച എന്ന് പറയുമ്പോൾ 14 ദിവസം എണ്ണിയിട്ട് അത് കഴിയുമ്പോൾ ഒരു ശുഭമുഹൂർത്തം കുറിച്ചിട്ടൊന്നും അല്ലല്ലോ യുദ്ധം തുടങ്ങുക. 14 ദിവസം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് 14 ദിവസം കിട്ടുമെന്ന് എഴുതി ഇറാൻ കാത്തിരിക്കും, അതിനു മുമ്പ് അടി കൊടുക്കും. പണ്ട് ചില സഹാക്കൾ എന്നോട് വിപ്ലവം വരും എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു, തീയതി പറയാമോ ചോദിക്കുമായിരുന്നു. നടക്കില്ലല്ലോ അത്. അല്ല, തീയതി പറയാമായിരുന്നു, വർഷം പറയാതിരുന്നാൽ മതി. അതിനുള്ള ബുദ്ധി ഉണ്ടാവും. അത്രയും നോവിക്കണ്ട. നമുക്ക് അവരോടുള്ള സ്നേഹമൊക്കെ ഉണ്ടായിരുന്നൊരു കാലമാണ്. അതായത് പാർലമെന്ററി ഡെമോക്രസിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വിപ്ലവം, അധികാരം തോക്കിലൂടെ എന്ന് പറഞ്ഞിട്ട് ജനകീയ ജനാധിപത്യ വിപ്ലവം. കാരണം അല്ലാത്ത വഴിക്ക് ബൂർഷ്വാകാന്ന് കണ്ടെത്തിയില്ലേ, അതാണ്. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ ഇപ്പോൾ ഈ ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇറാനിയൻ ജനത. അവർ വലിയ തോതിൽ ആഘോഷിക്കുന്നു, ഹിജാബ് വലിച്ചെറിയുന്നു. ഇന്നിപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്ത്രീകൾ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഹിജാബ് ശരിയല്ല എന്ന് പറഞ്ഞ് പോലീസുകാർ വന്ന് ആ പെൺകുട്ടിയെ തലക്കടിക്കുന്നു. ഈ യുദ്ധം നടക്കുമ്പോൾ ഇന്ന് ഉടനെ സംഭവിക്കുന്നത്, ആ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന മുഴുവൻ സ്ത്രീകളും കൂടി എടുത്തിട്ട് ഈ പോലീസുകാരിയെ ഇടിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ധൈര്യം വന്നു ഓർക്കുക.
അപ്പോൾ ഈ വേറെ കാര്യമുണ്ട്, എങ്ങാനും എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോകാൻ ഇവിടെ ആളില്ല ജയിലൊക്കെ തുറന്ന് ആളെ പുറത്തേക്ക് വിട്ടിരിക്കുക. അപ്പോൾ ഒരു പക്ഷേ വലിയ പ്രതീക്ഷയിലാണ് ഇറാനിലെ ജനങ്ങൾ. രാജ്യത്തെ ജനം മുഴുവൻ ഈ ഇറാനിലെ സർക്കാരിനെതിരാണ്. അപ്പോൾ എന്തെങ്കിലും ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇവരുടെയൊക്കെ അവസ്ഥ വലിയ ദയനീയമായിരിക്കും. അതുണ്ടാവും, ഭരണമാറ്റം ഉണ്ടാവും. കാരണം മറ്റേ നെതന്യാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ലക്ഷ്യം അയാളെ തട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.